ഓസ്ട്രേലിയയുമായിട്ട് രണ്ടാം ടെസ്റ്റിന് ഇറങ്ങുന്നതിന് മുൻപ് ഇന്ത്യൻ ടീം സന്നാഹ മത്സരം കളിച്ചിട്ടുണ്ടായിരുന്നു. ഈ മാച്ചിൽ ഇന്ത്യ ജയിച്ചിരിക്കുകയാണ്. ഓസ്ട്രേലിയ നാണം കെട്ട് തോറ്റു. ഇന്ത്യൻ 11-ഉം പ്രൈം മിനിസ്റ്റേഴ്സ് 11-ഉം തമ്മിലാണ് മത്സരം നടന്നത്. ഓസ്ട്രേലിയൻ ടീം 241 റൺസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇന്ത്യ ആകട്ടെ 42 ഓവറിൽ ആ ലക്ഷ്യം മറികടന്നു. അപ്പോൾ ഈ ഒരു മാച്ചിനെ പറ്റിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. രണ്ടാം ടെസ്റ്റിന് മുൻ ഇന്ത്യ ഓസ്ട്രേലിയയെ വീണ്ടും തോൽപ്പിച്ചിരിക്കുകയാണ്. മികച്ച കളിയാണ് ഇന്നലെ ഇന്ത്യ കാഴ്ചവെച്ചത്. ശുഭ്മാൻ ഗില്ല് 62 പന്തിൽ നിന്ന് 50 റൺസ് എടുത്തു. അതുപോലെ ഓപ്പണിംഗിൽ ജയ്സ്വാളും രാഹുലുമാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. മികച്ച തുടക്കമായിരുന്നു ഇന്ത്യക്ക് ലഭിച്ചത്. ഓപ്പണിംഗ് വിക്കറ്റിൽ 75 റൺസ് ഇരുവരും കൂടിച്ചേർത്തു. 59 പന്തിൽ നിന്ന് 45 റൺസാണ് ജയ്സ്വാൾ നേടിയത്. അതേസമയം രാഹുലിന് 27 റൺസ് മാത്രമേ എടുക്കാൻ സാധിച്ചുള്ളൂ. ശേഷം രോഹിത് ശർമ്മ വൺ ഡൗൺ ആണ് കളിക്കാനിറങ്ങിയത്. എന്നാൽ രോഹിത് നിരാശപ്പെടുത്തി. വന്നതും പോയതും വേഗത്തിലായിരുന്നു. ആകെ കൂടി 3 റൺസ് മാത്രമാണ് രോഹിത് ശർമ്മ ഇന്നലെ എടുത്തത്. ഓസ്ട്രേലിയൻ ബൗളർ ആൻഡേഴ്സിന്റെ പന്തിലാണ് രോഹിത് ശർമ്മ പുറത്തായത്. ഓസ്ട്രേലിയ ആകട്ടെ ഓൾ ഔട്ട് വന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ഇന്ത്യൻ ബൗളേഴ്സ് മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. ഓസീസ് താരം 97 പന്തിൽ നിന്ന് 107 റൺസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇന്ത്യക്ക് വേണ്ടി ഹർഷിത് റാണ 4 വിക്കറ്റും ആകാശ് ദീപ് 2 വിക്കറ്റും വീഴ്ത്തി. എന്തായാലും ഓസ്ട്രേലിയ ഒരിക്കൽ കൂടി തോറ്റിരിക്കുകയാണ്. ഇന്ത്യക്ക് മുന്നിൽ കളിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. സന്നാഹ മത്സരത്തിൽ ഇങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ ടെസ്റ്റിൽ ഇന്ത്യ ഉറപ്പായിട്ടും ജയിക്കും. അപ്പോൾ ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.